പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ ജോഗ്രഫി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നാലാമത്തെ പാഠമായിട്ടുള്ള നമ്മുടെ ഈ തവണത്തെ ഓണം പരീക്ഷയ്ക്ക് വരുന്ന 1, 2, 3, 4 നാലാമത്തെ പാഠമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകൾ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. താഴെ കൊടുത്തിട്ടുള്ള കൊളാഷ് ശ്രദ്ധിക്കൂ. ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകളാണ് നമുക്ക് ചുറ്റും നടക്കുന്നതെന്ന് നിരീക്ഷിക്കൂ. അപ്പോൾ കുറേ പത്രവാർത്തകൾ കൊടുത്തിരിക്കുകയാണ് ഇവിടെ. പണയ സ്വർണം തട്ടിപ്പ്, ധനകാര്യ സ്ഥാപന ഉടമ അറസ്റ്റിൽ, AC വാങ്ങി 4-ാം ദിവസം കേടായി, സർവീസ് നിഷേധിച്ച കമ്പനിക്ക് 75,000 രൂപ നഷ്ടപരിഹാരം നൽകണമെന്ന് ഉത്തരവ്, ഓൺലൈനിൽ വാങ്ങിയ സ്മാർട്ട് വാച്ചിൻ്റെ നിറം മാറി 30,000 രൂപ നഷ്ടപരിഹാരം വിധിച്ച് ഉപഭോക്തൃ കോടതി, വീട്ടമ്മയ്ക്ക് ഹോട്ടൽ ഉടമ നഷ്ടപരിഹാരം നൽകണം, പിന്നെ അതുപോലെ തന്നെ നിക്ഷേപിച്ച തുക തിരികെ നൽകിയില്ല. തൃശ്ശൂരിലെ വീട്ടമ്മയ്ക്ക് 49,50,50,000 രൂപ 9% പലിശയും നൽകാൻ വിധി. 2.6 ലക്ഷം രൂപയുടെ സൈബർ തട്ടിപ്പിന് ഉപഭോക്താവിനും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് വരുന്നുണ്ട്. ഇംഗ്ലീഷിലും കുറച്ച് ഓൺലൈൻ ഷോപ്പേഴ്സ് ബിവെയർ ഫ്രോഡ് കേസസ് ഓൺ ദ റൈസ്. ഓൺലൈനിൽ സാധനങ്ങൾ വാങ്ങുന്നവർ ശ്രദ്ധിക്കുക, പല തട്ടിപ്പ് കേസുകളും റിപ്പോർട്ട് കൂടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. കസ്റ്റമേഴ്സ് അക്യൂസ് റിയൽ എസ്റ്റേറ്റ് ജയൻ അലയൻസ് ഗ്രൂപ്പ് ഓഫ് ചീറ്റിംഗ്. ഈ റിയൽ എസ്റ്റേറ്റ്, അതായത് ഈ സ്ഥലങ്ങൾ വിൽക്കുക വാങ്ങുക അങ്ങനെയുള്ള ആളുകൾ തട്ടിപ്പ് നടത്തിയതിനെ പറ്റിയിട്ട്, ചീറ്റിംഗ് നടത്തിയതിനെ പറ്റിയിട്ടൊക്കെയുള്ള വാർത്തകളാണ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടു. അച്ചടി ഇലക്ട്രോണിക് മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള വാർത്തകൾ നാം ധാരാളമായി കാണാറുണ്ട് അല്ലേ. പറ്റിച്ച് എന്നുള്ളതിൻ്റെ പേരിൽ ഒരുപാട് വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുക, ഉപഭോക്താവ് വഞ്ചിക്കപ്പെടുക എന്നീ സാഹചര്യങ്ങളാണ് ഇത്തരം വാർത്തകളുടെ അടിസ്ഥാനം അല്ലേ. ഇതൊക്കെ ഓരോരുത്തരും ഓരോ സാധനങ്ങൾ വാങ്ങി അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിയിട്ട് അവർ പറ്റിക്കപ്പെട്ട സാഹചര്യങ്ങളാണ്. അപ്പോൾ പറ്റിക്കപ്പെട്ട സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ ചിലപ്പോൾ അത് വിശ്വസിച്ചിട്ട് സാധനങ്ങൾ വാങ്ങിക്കും. ഇപ്പോൾ നമ്മൾ ഓൺലൈനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാ യൂട്യൂബ് വീഡിയോസിൻ്റെ ഇടയിലും ഈ യൂട്യൂബേഴ്സും എല്ലാവരും ഈ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ്, ഉപഭോക്താക്കൾ കസ്റ്റമേഴ്സ് വഞ്ചിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ധാരാളമായിട്ട് ഇപ്പോൾ വരുന്നത് എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെറിയ തോതിലാണെങ്കിലും വളരെ മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്ത് ഉണ്ടായിരുന്നു, പണ്ടും ഉണ്ടായിരുന്നു. അവ പരിഹരിക്കുന്നതിനായി പല നീക്കങ്ങളും നടന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം. വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പഠിക്കാനുള്ളത് ഇത്തരത്തിൽ ധാരാളം സാഹചര്യങ്ങൾ, ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടുന്ന ധാരാളം സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഗവൺമെൻറ് ചെയ്ത ഒരു കാര്യമാണ് ഉപഭോക്താക്കളെ സംരക്ഷിക്കാനും ഉപഭോക്താക്കൾ ഇതുപോലെ പറ്റിക്കപ്പെടാതിരിക്കണം. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിനെതിരെ നിയമ നടപടികൾ ഇല്ലെങ്കിൽ എല്ലാ ആളുകളും ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൂടുതൽ പറ്റിക്കാനുള്ള സാധ്യത കൂടും. നമുക്ക് എല്ലാ തരത്തിലും ഒരു സാധനം വാങ്ങുമ്പോൾ വിശ്വാസം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കും. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ മൂവ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിനെ പറ്റിയിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. 1966 ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ രൂപീകരണത്തോടു കൂടിയാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം വരുന്നത് ഏതിൻ്റെ അടിസ്ഥാന 1966 ബോംബെയിലാണ്, ഇന്നത്തെ മുംബൈയിലാണ്. ബോംബെയിൽ കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ അങ്ങനെ ഒരു കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി, അതായത് ഈ നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്, അതായത് നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മളെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മാനദണ്ഡങ്ങൾ നമ്മളെ ഒരു വഴി കാട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അതാണ് ഈ പറയുന്ന പറയുന്നത് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതാണ് എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം നിലവിൽ വരുന്നതിലേക്ക് നയിച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ഷേമം ഉറപ്പാക്കുന്നതിനും വേണ്ടി രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണിത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണല്ലോ. അപ്പോൾ നമുക്ക് നമ്മളുടെ ഒരുപാട് അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങൾ സംരക്ഷിക്കണം. ഓരോ സാധനങ്ങളും സേവനങ്ങളും നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല, നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്ന കാശിന് ഗുണമേന്മയുള്ള, നമ്മൾ പറ്റിക്കപ്പെടാതെയുള്ള, വിശ്വാസ്യതയോട് കൂടിയിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും നമുക്ക് ലഭിക്കണം. അതായത് നമ്മുടെ ക്ഷേമം കൃത്യമായിരിക്കണം. അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് രൂപം കൊണ്ട ഒരു സാമൂഹിക മുന്നേറ്റമാണ് ഏതെന്ന് പറയുന്നത് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. നമുക്കറിയാം ഒരുപാട് സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട് അല്ലേ. നമ്മുടെ പല സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അങ്ങനെ നിരവധി സാമൂഹിക പ്രസ്ഥാനങ്ങൾ, നമ്മൾ പല അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് പല പ്രസ്ഥാനങ്ങൾ, സാമൂഹിക പരിഷ്കാര മുന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു സാമൂഹിക പരിഷ്കാര മുന്നേറ്റം തന്നെയാണ് ശരിക്ക് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വിവിധ ഉപഭോക്തൃ സംഘടനകളും വ്യക്തികളുമാണ് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ആരാണ് ഇത്? ഗവൺമെൻറ് തലത്തിലല്ല കേട്ടോ തുടങ്ങിയിട്ടുള്ളത്. ഗവൺമെൻറ് തലത്തിൽ വേറെ നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ട മാർഗ്ഗങ്ങൾ, കോടതികൾ പോലെയുള്ളതാണ് വന്നിട്ടുള്ളത്. ഇത് കുറേ ആളുകൾ ചേർന്നിട്ട്, അതായത് ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ട് സാധനങ്ങൾ ലഭിക്കണം. നമ്മളെല്ലാവരും ഓരോരുത്തരും ഉപഭോക്താക്കളാണ്. ഇപ്പോൾ ഞാനൊരു ജ്വല്ലറിയിൽ ചെന്ന് സ്വർണം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ആ സ്വർണം വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ എന്താണ്? ഉപഭോക്താവാണ്. അവിടുത്തെ ആ ജ്വല്ലറി ഉടമ എന്താണ്? ജ്വല്ലറി ഉടമ അവിടെ വിൽപ്പനക്കാരനായിരിക്കാം. പക്ഷേ ജ്വല്ലറി ഉടമ രാവിലെ വീട്ടിലേക്ക് മീൻ വാങ്ങാൻ പോകുമ്പോൾ അയാൾ ഉപഭോക്താവാണ് അല്ലേ. ഈ മീൻകാരൻ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു യാത്ര ചെയ്യാൻ വേണ്ടി ട്രെയിനോ ബസ്സോ പിടിക്കുമ്പോൾ അയാൾ എന്താണ്? ബസ് സർവീസ് അല്ലെങ്കിൽ ട്രെയിൻ സർവീസ് വാങ്ങിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഓരോരുത്തരും എല്ലാവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ തന്നെയാണ്, അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങിക്കുന്നവർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, എല്ലാ മനുഷ്യരും ഇങ്ങനെയാണ്. എല്ലാം നമുക്കുണ്ടാവും വീട്ടിൽ, നമുക്ക് എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഉപഭോക്താക്കളാണ്. അതുകൊണ്ട് ഉപഭോക്തൃ സംരക്ഷണം എല്ലാവരുടെയും കടമയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ കുറേ സംഘടനകളുണ്ടായിരുന്നു, കുറേ ഓർഗനൈസേഷൻസുകളുണ്ടായിരുന്നു. ആരും പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള, ഉപഭോക്താക്കൾ പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള സംഘടനകളും വ്യക്തികളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം മുന്നോട്ട് നയിക്കുന്നത്. എന്തൊക്കെയാണ് ഇവയുടെ ലക്ഷ്യങ്ങൾ? പരീക്ഷയ്ക്ക് ചോദിക്കുക, എന്താണ് ഉപഭോക്തൃ സംരക്ഷണ പ്രസ്ഥാനം എന്നും അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് ലക്ഷ്യങ്ങൾ? ഉപഭോക്തൃ അവകാശങ്ങൾ സംരക്ഷിക്കുക, തട്ടിപ്പുകളെ തടയുക അല്ലേ, ഉപഭോക്താവിനെ ശാക്തീകരിക്കുക. അതായത് നമ്മളെല്ലാവരും ഉപഭോക്താക്കളാണ്. അപ്പോൾ നമ്മൾ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. നിങ്ങൾ തോന്നിയ പോലെ നിങ്ങൾക്ക് ഒരു സാധനവും ഒന്നും ലഭിക്കില്ല. എന്താണ്? നിങ്ങൾ പറ്റിക്കപ്പെടാൻ പാടില്ല, നിങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്ട്രോങ് ആയിട്ട്, നമ്മൾ ഓരോ കടയിലും അല്ലെങ്കിൽ ഓരോ സേവന കേന്ദ്രത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ, അത് ഗവൺമെൻറ് സ്ഥാപനത്തിൽ നിന്നാണെങ്കിൽ നമ്മൾ സേവനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് അത് ഫീസ് അടച്ചിട്ട് നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒട്ടുമിക്ക ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നമ്മൾ സേവനം വാങ്ങിക്കുമ്പോൾ അവിടെ ഫീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടങ്ങളിലാണെങ്കിലൊക്കെ നമ്മൾ അവിടെ എന്താണ്? ഒരു കസ്റ്റമർ ഈസ് ദ കിങ്. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ഒരു സ്ഥാപനം സന്ദർശിക്കുന്ന ഏറ്റവും മഹത്തായ വ്യക്തി ആ സ്ഥാപനത്തിൻ്റെ ഉടമയല്ല, അല്ലെങ്കിൽ ഏറ്റവും പണക്കാരനൊന്നുമല്ല. അവിടെ വരുന്ന എല്ലാവരും, ആ കടയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഒരു ഇതിലേക്ക് സേവനം വാങ്ങിക്കാൻ വരുന്ന എല്ലാവരും എന്താണ്? സാധനമോ സേവനമോ വാങ്ങിക്കാൻ വരുന്ന എല്ലാ ഉപഭോക്താക്കളും അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. കാര്യം ഈ കടകൾ അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാപനം തുറന്നു വെച്ചിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഉപഭോക്താക്കൾ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. നമ്മൾ കൃത്യമായി നമ്മുടെ അവകാശത്തോട് കൂടിയിട്ട് ആയിരിക്കണം നമ്മൾ ഓരോ സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കേണ്ടത്. അപ്പം നമ്മളെ ഒന്ന് ബോധവാന്മാരാക്കുക, അല്ലെങ്കിൽ നമ്മളെ ശാക്തീകരിക്കാൻ വേണ്ടിയിട്ട് നിയമനിർമ്മാണം നടത്തുക. ഇങ്ങനെ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഉപഭോക്താക്കൾ, ഞാനൊരു സാധനം വാങ്ങിച്ചു, പക്ഷേ ഞാൻ ഒരു 50,000 രൂപ കൊടുത്തൊരു സാധനം വാങ്ങിച്ചു, വീട്ടിലെത്തിയപ്പോഴേക്കും അത് കേടായിട്ടുണ്ട്. എൻ്റെ ഭാഗത്തുള്ള തെറ്റല്ല, അത് ആ കമ്പനിയുടെ തെറ്റാണ്. അപ്പോൾ ഇത് എന്താണ് നമുക്കിതിന് ചെയ്യാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഇതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമനിർമ്മാണങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഗവൺമെൻറ്റിൽ പ്രഷർ ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ സമ്മർദ്ദം ചെലുത്തുക. ഇന്ന കാര്യങ്ങളൊക്കെ ഉപഭോക്താക്കൾക്ക് പ്രശ്നമുണ്ട്, അപ്പോൾ ഇന്ന നിയമങ്ങൾ വരണമെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുക. ഇതൊക്കെയാണ് നിയമനിർമ്മാണം നടത്തുക. പരസ്യങ്ങളിൽ സത്യസന്ധമായ വിവരങ്ങളാണെന്ന് ഉറപ്പുവരുത്തുക. എത്രയോ പരസ്യങ്ങൾ നമ്മൾ ദിവസവും കാണുന്നുണ്ട്. കൃത്യമായിട്ടും എന്താണ്? ഈ പരസ്യങ്ങൾക്കകത്ത് എന്താണ്? പല മോഹന വാഗ്ദാനങ്ങളായിരിക്കും പരസ്യങ്ങൾക്കകത്തുണ്ടായിരിക്കാം. പരസ്യങ്ങൾക്കകത്ത് പറയുക, നിങ്ങൾക്ക് ഇത്ര എന്താണ്? നമ്മൾ പരസ്യം കാണുമ്പോൾ വിചാരിക്കും അവരെല്ലാം നമുക്ക് എന്തോ വലിയ സേവനം ചെയ്തു തരികയാണ്, അല്ലെങ്കിൽ വലിയ എന്തോ ഒരു എന്താ പറയുക, ഒരു സൗജന്യമായിട്ട് നമുക്കിതെല്ലാം തരുന്ന പോലെയാണ് നമ്മൾ കരുതുക. പക്ഷേ അപ്പോൾ പരസ്യങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയാണോ എന്ന്, ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ മമ്മൂട്ടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു സോപ്പിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു, ഇന്ദുലേഖ എന്ന് പറയുന്ന ഒരു സോപ്പിൻ്റെ പരസ്യം. ആ സോപ്പിനകത്ത് പറയുന്നത് എന്താണ്? നിങ്ങൾ ഇന്ദുലേഖ സോപ്പ് ഉപയോഗിക്കൂ, സൗന്ദര്യം
സൗന്ദര്യം നിങ്ങളെ തേടി വരും. ഇത് പരസ്യം, ഈ പറഞ്ഞ പരസ്യവാചകം കേട്ടുകൊണ്ട് എന്ത് ചെയ്യാണ്, ആളുകൾ ഇത് വിശ്വസിച്ചു. പക്ഷേ ഇത് വാങ്ങിച്ച് വെച്ചിട്ട് നമ്മളുടെ സൗന്ദര്യത്തിലൊന്നും മാറ്റമില്ല എന്നുണ്ടെങ്കിൽ അതിനെതിരെ കേസിന് പോവാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ കേസിന് പോയിട്ടുണ്ട്. നഷ്ടപരിഹാരമായിട്ട് 1 ലക്ഷം രൂപ വാങ്ങിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരസ്യങ്ങൾ സത്യസന്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാതെ വിൽപ്പന കൂട്ടാൻ വേണ്ടിയിട്ട് അനാവശ്യമായ എന്തിലേക്ക് കിടക്കരുത്, ഈ പറയുന്ന പരസ്യങ്ങൾ മാത്രം നൽകിക്കൊണ്ടാകരുത് എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ വേദികളിൽ ഉപഭോക്താക്കളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക. പിന്നെ നമുക്കറിയാം, നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ എന്താ പറയുക, ആളുകൾ ഉണ്ടായിരിക്കണം. അപ്പം അല്ലാതെ നമ്മുടെ ആവശ്യങ്ങൾ ആരും നടത്തി തരില്ല. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ, ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വേദികളിലൊക്കെ ഉപഭോക്താക്കളുടെ ഒരു പ്രാതിനിധ്യം, അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആരെങ്കിലും ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടങ്ങളിലൊക്കെ പോയാലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഈ ഏകദേശം ഒരു 6 പോയിന്റുകൾ, ഈ 6 പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമാണ്. ചൂഷണങ്ങൾക്കിരയാകാതെ സുഗമമായി ഉപഭോഗം നടത്തുന്നതിന് ഉപഭോക്താക്കൾക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനായി നിയമസഹായം ആവശ്യമാണ്, അല്ലേ? എന്തായാലും നമ്മൾ പറ്റിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംരക്ഷിക്കാൻ വേണ്ടി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുക. 1985 ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ച മാർഗരേഖകൾ ഉൾക്കൊള്ളുന്ന പ്രമേയം അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്നു. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. 1985 ഐക്യരാഷ്ട്രസഭ, നമ്മുടെ ലോകരാഷ്ട്ര ഒട്ടുമിക്ക ഏകദേശം 200ഓളം ലോകരാഷ്ട്രങ്ങളുടെ ഒരു സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ എന്ന് പറയുന്നത്. ഈ ഐക്യരാഷ്ട്രസഭ 1985 എന്താ ചെയ്തത്, ഉപഭോക്തൃ സംരക്ഷണം സംബന്ധിച്ചിട്ട് കുറേ മാർഗരേഖകൾ, എന്തൊക്കെയാണ് ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഉപഭോക്താക്കളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. കാര്യം ലോകത്തെല്ലായിടത്തും എല്ലാ മനുഷ്യരും എന്താണ്, ഉപഭോക്താക്കളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറേ മാർഗരേഖകൾ, ഗൈഡ് ലൈൻസുകൾ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു പ്രമേയം അവിടെ ഇറക്കി, അതെല്ലാ രാഷ്ട്രങ്ങളും അംഗീകരിച്ചു. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ ഒരു അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് തൊട്ടടുത്ത വർഷം 1986 ഡിസംബർ 24 എന്ത് ചെയ്തു, ഐക്യരാഷ്ട്രസഭ ഇങ്ങനെ ഉപഭോക്തൃ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് മാർഗരേഖകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രമേയം പാസ്സാക്കിയതിൻ്റെ ഭാഗമായിട്ട് നെക്സ്റ്റ് വർഷം ഇന്ത്യ എന്ത് ചെയ്തു, ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഇന്ത്യയിൽ വന്നു. അപ്പോൾ ഐക്യരാഷ്ട്രസഭ നടത്തിയതുകൊണ്ട് അതിൽ അംഗരാഷ്ട്രമായിട്ടുള്ള ഇന്ത്യയും എന്ത് ചെയ്തു, തൊട്ടടുത്ത വർഷം ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം പാസ്സാക്കി. ആ നിയമത്തിൻ്റെ പേരെന്താണ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇതിൻ്റെ ഭാഗമായി അപ്പോൾ ഈ നിയമം വന്നത് 1986 ഡിസംബർ 24. അതുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിച്ചു വരുന്നു. അപ്പോൾ പരീക്ഷയ്ക്ക് ഏത് ദിവസമാണ് ഉപഭോക്തൃ ദിനമായിട്ട്, ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിച്ച് വരുന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നമുക്ക് പറയാം ഏതാണ് ഉപഭോക്തൃ ദിനമായിട്ട് നമുക്ക് പറയാവുന്നതാണ്, ഡിസംബർ 24 എന്ന് പറയാം. ഇനി നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 ഡിസംബർ 24 വന്നിട്ടുള്ള ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്താണെന്ന് നമുക്ക് നോക്കാം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാധാന്യമുള്ള ഒരു ഭാഗമാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈ ഭാഗത്തുനിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1986 പാർലമെൻറ്റിലെ ഇരുസഭകളും പാസാക്കിയ നിയമമാണ് ഇത്. പാർലമെൻറ്റിലെ 2 സഭകൾ എന്ന് പറഞ്ഞാൽ ഏതാ, ലോകസഭയും രാജ്യസഭയും. ഇങ്ങനെ നമുക്ക് 2 സഭകളാണ് ഉള്ളത്. 2 കൂട്ടരും എന്ത് ചെയ്തു, നിയമം പാസാക്കി. അങ്ങനെ 1986 ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് വന്നു, ഈ നിയമം വന്നു. ഡിസംബർ 24 ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിക്കുകയും ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലൂടെയാണ്. വെരി ഇമ്പോർട്ടൻറ്റ്. എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്താണ് ഈ പറയുന്ന നിയമത്തിൽ പറയുന്നത്? ഒന്നാമത്തെ കാര്യം, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിച്ചു. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ സ്പഷ്ടമായി നിർവചിച്ചു. ഇന്നതൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ
എല്ലാ കാര്യങ്ങളും അവകാശമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് 100 രൂപ വില വരുന്ന സാധനം എനിക്ക് 50 രൂപക്ക് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അതെൻ്റെ അവകാശമാണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും അവകാശങ്ങളല്ല. എന്നാൽ ന്യായമായ 100 രൂപയുടെ സാധനം 200 രൂപക്കാണ് വിൽക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ, ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം കൃത്യമായി നിർവചിക്കുകയാണ്. നമ്പർ ഇട്ടിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളാണ് നിർവചിച്ചു. ഇതാണ് ഒരു കാര്യം, ഈ നിയമത്തിൽ പറയുന്ന ഒരു കാര്യം, എന്തൊക്കെയാണ് ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. പിന്നെ എന്താ പറയുന്നത്, ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നത്. ഒന്ന് അവകാശങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ എന്താണ്, ഉപഭോക്താക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം നേരിട്ട് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ആരുണ്ട്, നീതിന്യായ സംവിധാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, കോടതികൾ. അത് കോടതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയുള്ള ഏറ്റവും താഴെയുള്ള കോടതികൾ തൊട്ടിട്ട് സുപ്രീം കോടതി വരെ നമുക്ക് ഇന്ത്യയിലുണ്ട്. ഇതല്ല, ഇത് പ്രത്യേക നീതിന്യായ സംവിധാനം, ഉപഭോക്താക്കളുടെ കേസുകൾ മാത്രം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു കൺസ്യൂമർ കോർട്ടുകൾ എന്ന് പറയും. ഓരോ ജില്ലയിലും ഓരോ കൺസ്യൂമർ കോടതികളുണ്ട്. അപ്പോൾ അതായത് ഓരോ ഉപഭോക്തൃ കോടതികളുണ്ട്. അപ്പോൾ എല്ലാ ജില്ലയിലും ഇപ്പോൾ നമുക്കിത് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ എന്തായിരിക്കും, അവിടെ സാധാരണ ഡിവോഴ്സ് കേസ്, കൊലപാതക കേസ്, അല്ലെങ്കിൽ കള്ളക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, ഇതൊന്നുമല്ല അവിടെ ചർച്ച ചെയ്യുക. അവിടെ എന്തായിരിക്കും ചർച്ച ചെയ്യുന്നുണ്ടായിരിക്കുക, ഉപഭോക്താക്കളുടെ മാത്രം കേസുകൾ, ഉപഭോക്തൃ കോടതികൾ എന്ന് പറയുന്ന പ്രത്യേക കോടതികൾ, പ്രത്യേക നീതിന്യായ സംവിധാനങ്ങൾ. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഈ നിയമത്തിലൂടെ ഇന്ത്യയിൽ നിലവിൽ വന്നത്. ഓക്കെ. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യത്തിൽ ഇത്തരം മേഖലകളിലും ഉപഭോക്താവിന് സംരക്ഷണം നൽകുന്ന നിയമം അനിവാര്യമായി വന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 നിലവിൽ വന്നത്. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019. അതെന്താ പറയുന്നത്, കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ നിലവിൽ വന്ന പുതിയ സാഹചര്യം. പണ്ട് കാലത്ത് ഇൻ്റർനെറ്റ് വഴിയുള്ള എന്തുണ്ടായിരുന്നില്ല, നമ്മുടെ ഈ കച്ചവടങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീട് കൊമേഴ്സ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഫ്ലിപ്കാർട്ട്, ആമസോണ്, മിന്ത്ര പോലെയുള്ള പുതിയ പ്ലാറ്റ്ഫോമുകൾ വന്നു. ഇന്നത്തെ കാലത്ത് സ്വിഗ്ഗിയിൽ, സൊമാറ്റോയിൽ ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് നമുക്ക് ഇന്ന് കൊമേഴ്സ് ആയിട്ട് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട ആവശ്യമില്ല. ലോകത്തിൻ്റെ എവിടെ ഭാഗത്തിരുന്നിട്ടും നമുക്ക് ലോകത്തിൻ്റെ ഏത് കോണിലുള്ള സാധനവും ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വന്നപ്പോൾ പഴയ സാഹചര്യം, മറ്റേത് നേരിട്ട് പോയി വാങ്ങുക, ബില്ല് വാങ്ങുക, നേരിട്ട് വാങ്ങുക, ഇതെല്ലാം ഇന്ന് ഓൺലൈൻ ആയപ്പോൾ, അപ്പോൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ വന്നപ്പോൾ പഴയ സാഹചര്യത്തിൽ നിന്ന് പുതിയ രീതിയിലാണ് അന്ന് ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അതായത് ഇൻ്റർനെറ്റ് വഴിയാണ്. അതിനെയാണ് കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര, ഇതിനൊക്കെയാണ് നമ്മൾ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ എന്ന് പറയാം. അപ്പോൾ ഇത്തരം മേഖലകളിലും എന്താണ്, ഉപഭോക്താക്കൾ കൃത്യമായിട്ട് എന്ത് നടത്തുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ഉപഭോക്താക്കൾക്ക് സംരക്ഷണം നൽകണം. അതിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയും നിയമം വേണം. അതിന് വേണ്ടിയിട്ട് 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന് പുറമെ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം, വേറൊരു ഉപഭോക്തൃ സംരക്ഷണ നിയമം കൂടി വന്നു. ഇത്രയാണ് നമുക്ക് പറയാനായിട്ട് ഉള്ളത്. അതിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.